അവസാന റിസൾട്ട് വന്നപ്പോ കറക്റ്റ് ഒരു മരിച്ച വീടിന്റെ ഒരു പ്രതീതി എന്താ തലയിട്ട് എന്താ തോറ്റുപോയാന്ന് എന്നോട് ചോദിക്കുകയാണ്. കൂടെ ഇരുന്ന് ഇത്രയും നാള് കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ട് അവൾക്ക് ഫുൾ A+ ഉണ്ട് കേട്ടാന്ന്. ഞാൻ നല്ലോണം പഠിച്ചതാണ് ഗൈസ്. പക്ഷെ അപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ മേല. മറ്റേ എന്തോ പോയ അണ്ണാനെ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര എന്താ പറയേണ്ടത്, ഈ രാവിലെ എണീറ്റ് വാർത്ത നോക്കിയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് SSLCയുടെ റിസൾട്ട് വരുമെന്ന്. അതിനെപ്പറ്റി ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ SSLC കഴിഞ്ഞിട്ട് 10-15 വർഷമെങ്കിലും ആയി കാണും. 10 വർഷം 12 13 ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അടുത്തൊന്നും SSLC എഴുതുന്ന ഒരു പിള്ളേരും ഇല്ല. അപ്പൊ വീടിനടുത്തുള്ള പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് നാട്ടുകാർക്ക് ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തായി എത്ര A+ ഉണ്ട്, അത് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ല. പിന്നെ ഞാൻ ആ കാര്യത്തിൽ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഉച്ചയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, എൻ്റെ SSLCയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന്. പിന്നെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ നിറയെ കുറെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്കിക്കേ, എൻ്റെ പൊന്നെ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ ആദ്യം ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള സർട്ടിഫിക്കറ്റ് തൊട്ടുണ്ട്. പോയി ഇത് എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചത് TWPS സ്കൂൾ തുറവൂർ, ചേർത്തല, ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ തുറവൂർ. 6ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആണ് കേസ്. ഇത് പിന്നെയും കുറച്ചുകൂടി വലുതായപ്പോഴത്തേക്കും ഈ പരീക്ഷ തന്നെ സരൾ ഹിന്ദി എന്ന് പറഞ്ഞ പേരിലേക്കായി. സരൾ ഹിന്ദിയുടെ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെയും കുറച്ചും കൂടി വലുതായപ്പോഴത്തേക്കും ഓരോ പേരിട്ട് ഓരോ പരീക്ഷ. ഇതിൻ്റെ പേരെന്താണ്? മാധ്യമിക് ഹിന്ദി. എനിക്ക് ഹിന്ദി വായിക്കാനൊക്കെ അറിയാട്ടോ. മാധ്യമിക് ഹിന്ദി പരീക്ഷ. അത് കഴിഞ്ഞിട്ട് ഇതും അത് തന്നെ, ഇതും സരൾ ഹിന്ദി തന്നെ. ഈ പരീക്ഷയുടെ ഒക്കെ പ്രത്യേകത, നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ കുറെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ പരീക്ഷ എഴുതുമായിരുന്നേ. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സും എല്ലാം എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു LP UP സ്കൂൾ 7ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് ഈ പറഞ്ഞ കുറച്ച് പരീക്ഷ എഴുതിയ സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് പരിപാടി പങ്കെടുത്തതിന് മറ്റേ ട്രോഫി സർട്ടിഫിക്കറ്റും വേറെ ടൈപ്പ് സാധനം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ 7ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും വേറൊരു സ്കൂളിൽ എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ബുക്ക് കിട്ടി, ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ബുക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 8ാം ക്ലാസ്സിലേക്ക് പോകുന്നു. ആലപ്പുഴ ജില്ല ചേർത്തല TDHSS ഹൈസ്കൂളാണ്. 8ാം ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ NCC ഉണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ട്. അത് രണ്ടും ഉള്ളത് നമ്മുടെ സ്കൂളിൽ. പിന്നെ സ്പോർട്സ് ഉണ്ടായിരുന്നു. സ്പോർട്സ് നമുക്ക് പറ്റുന്ന പണിയല്ലല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ചേർന്നു. എന്തിന്? ഗ്രേസ് മാർക്ക് കിട്ടാൻ. ആ സമയത്ത് ഗ്രേസ് മാർക്ക് കൊടി കൊണ്ട് വാണിടുന്ന കാലമായിരുന്നു. ഇപ്പോൾ ഉണ്ടോ ഗൈസ്? എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ടാകുമായിരിക്കും അല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്നിനൊക്കെ ചേരൂലല്ലോ. ഉണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഞാൻ അങ്ങനെ ചേർന്നിട്ട് എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ സീനിയർ ചേച്ചിമാർ അതിൻ്റെ മീറ്റിംഗ് വിളിക്കും. നമ്മൾ അതിനും ചെല്ലണം. അപ്പം നമുക്ക് കുറച്ച് ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞാൽ 5 മിനിറ്റല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയി ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോൾ തന്നെ ഇന്റർവെൽ കഴിയും. നമുക്ക് ഉച്ചയ്ക്ക് ആ ഫുഡ് കഴിക്കുന്ന ഗ്യാപ്പിനാണ് കുറച്ച് കൂടുതൽ സമയം കിട്ടുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, ചോറ് വേഗം തിന്നിട്ട് വരാൻ പറയും. അപ്പം നമ്മൾ ചെല്ലും. സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഒരു 10 എന്തോരം ബുക്കുണ്ട്, കുഞ്ഞു നോട്ട്ബുക്കാണ്. ഒരുപാട് എഴുതാനുണ്ട്, കുറേ എഴുതാനുണ്ട്. അപ്പോൾ അവർ വിളിക്കും, നമ്മൾ അങ്ങോട്ട് ചെല്ലും. കുറേ ദിവസം ഇങ്ങനെ എഴുത്തും പിടിക്കലും ചെയ്തു. ഞാൻ ചേർന്ന്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് NCCക്ക് ചേർന്നു. NCCക്ക് ഞാൻ ചേരാൻ നേരുന്നത് എന്താണെന്നറിയാവോ? അതിൻ്റെ യൂണിഫോം കണ്ടിട്ട് എനിക്ക് നാണം വന്നിട്ടാണ് ഗെയ്സ്. സോറി, ഞാനത് പറയുമ്പോൾ ഓരോരുത്തർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. അന്ന് ഞാൻ പറഞ്ഞില്ല, ഈ കാണുന്ന ഞാനില്ലേ, ഞാനല്ല. അന്ന് ഭയങ്കര നാണം കുണിയാണ്. അങ്ങനത്തെ മീൻസ് കുറേ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷേ ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു ഞാൻ. അതായത് പാൻറ്റും എന്തോ ഷർട്ടും പോലത്തെ സാധനമൊക്കെ ഇടണമായിരുന്നു ഗെയ്സ്. അറിയാലോ നിങ്ങൾക്ക് NCC പരേഡും കാര്യങ്ങളും. അപ്പം എനിക്ക് അയ്യോ പാൻറ്റൊക്കെ, അപ്പം ഞാൻ ഇത്തിരി തക്കുടുമുണ്ടിയാണ്. അപ്പം ഈ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടാൽ ഞാൻ എങ്ങനെ ഇരിക്കുമോ, അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ചേരാതിരുന്നത്. അപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ചുരിദാറാണ്. അതുകൊണ്ടാണ് അതിന് ചേർന്നത്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിന് ചേർന്നിട്ട്. അത് കഴിഞ്ഞ് ഇത് എന്തോ ജില്ലാ പരിപാടി, എന്തോ പരിപാടിക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പോയി ചേർത്തലയിൽ ഒരു സ്കൂളിൽ. അപ്പൊ തൃതീയ സോപാൻ ബാഡ്ജ് വർക്ക്ഷോപ്പ്, തൃതീയ സോപാന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതും കൂടി കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറി. പിന്നെ ഞാൻ പോയില്ല. മീറ്റിങ്ങിനൊക്കെ പോകണം, നമ്മൾ ഇതുപോലെ കുറെ എഴുതണം. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ പോയി. ഞാൻ എന്തോ ഓരോ സമയത്തിന്റെ പ്രാന്ത് ഞാൻ നിർത്തിക്കളഞ്ഞ കേസ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒപ്പനയ്ക്ക് കയറുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒപ്പനയ്ക്ക് കയറുന്നു. ഒപ്പനയ്ക്ക് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് A ഗ്രേഡ് കിട്ടി. അത് കഴിഞ്ഞ് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ 10ാം ക്ലാസ് SSLC. ഒപ്പനയ്ക്കില്ല, ഒരു പരിപാടിക്കില്ല, നോ പ്രോഗ്രാം, SSLC ആണ്. എല്ലാവരും നമ്മളിങ്ങനെ, എൻ്റെ പൊന്നെ, അന്നും ഇന്നും
ഇനി എന്നും SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ടെൻഷൻ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് വേറെ ഒരു പരിപാടിക്കും ചേർന്നില്ല. പഠിത്തം എന്നും പറഞ്ഞ് ഭയങ്കര ഇതായി. ട്യൂഷന് പോയി ചേർന്നു 10ാം ക്ലാസ്. ഞാൻ 8ാം ക്ലാസ്സിൽ ട്യൂഷന് പോയതാണ് കേട്ടോ. എന്നിട്ട് കുറച്ചാൾ പോയിട്ട് ഞാൻ നിർത്തിക്കളഞ്ഞു. പിന്നെ 9ലൊന്നും ട്യൂഷന് പോയില്ല. പിന്നെ 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ട്യൂഷന് പോകാൻ തുടങ്ങി. ഭയങ്കര പഠിത്തം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത് വെക്കണതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് പിന്നീട് കിട്ടുമെന്ന് പറയുന്നത് അതാണ്. കാരണം 10ാം ക്ലാസ്സിലെ പരീക്ഷ വന്നു. ഞാനാണെങ്കിൽ ക്ലാസ്സിൽ നല്ല ആക്റ്റീവാണ്, നല്ലോണം പഠിക്കും, അതൊക്കെ ചെയ്യും. എന്നെ തന്നെ ഞാൻ സ്വയം പൊക്കണമല്ല. എന്നാലും നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ പിന്നെയും പഠിക്കുന്നതിൽ ഒരാളാണ് ഞാൻ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം എൻ്റെ ഫേവറേറ്റ് വിഷയം എന്ന് പറഞ്ഞാൽ മലയാളവും ബയോളജി ആയിരുന്നു കേട്ടോ. അങ്ങനെ SSLC പരീക്ഷയുടെ സമയത്ത് ഞങ്ങളെല്ലാവരും എക്സാം എഴുതി, റിസൾട്ട് വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനും എൻ്റെ ഫ്രണ്ടും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ചേച്ചിയും കൂടിയാണ് റിസൾട്ട് നോക്കാൻ പോയത് കമ്പ്യൂട്ടർ സെന്ററിൽ. അന്ന് അക്ഷയ ഉണ്ടോ, അക്ഷയയിലാണെന്ന് തോന്നുന്നു പോയത്. എൻ്റെ പൊന്നെ, അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന എനിക്കാണ് എല്ലാവരും കൂടുതൽ മാർക്ക് പ്രതീക്ഷിക്കുന്നത്. അതായത് ഞാനും എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ വെച്ച് നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവൾക്ക് 6A+, എൻ്റെ കൂട്ടുകാരിക്ക് 6A+. അപ്പൊ അവളുടെ ചേച്ചിയാണെങ്കിൽ ഇടി നിനക്ക് എങ്ങനെ ഇത്ര A+ കിട്ടി? അവര് ചേച്ചി അനിയത്തിയും തമ്മിൽ ട്രോളാണ്. നിനക്ക് എങ്ങനെ ഇത്രയും കിട്ടിയടി? നീ ചേച്ചി അവൾക്ക് ഫിസിക്സിന് എന്തോ A+ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. എയോ A+ എന്തോ അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ ചേച്ചി നിനക്കിത് എങ്ങനെ ഫിസിക്സിന് കിട്ടിയെന്ന് പറഞ്ഞ് അവളെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആർക്കും കൂടുതൽ മാർക്ക് കിട്ടിയാലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് കൂടുതൽ മാർക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് ആ വിഷമം വരുന്നത്. അപ്പോഴേക്കും എനിക്കാണെങ്കിൽ എനിക്ക് എത്ര A+ ഉണ്ടെന്ന് ഞാൻ പറയാൻ കേട്ടോ. ഞാനൊരുമാതിരി മറ്റെന്തോ പോയ അണ്ണാനെ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ റോട്ടിൽ കൂടി നടന്നു വരുമ്പോഴത്തേക്കുമാണ് എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവളുടെ അമ്മയാണെന്ന് തോന്നുന്നത് എൻ്റെ ഇപ്പൊ കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ടിനെ ചേച്ചിനെ വിളിക്കുക. അപ്പൊ റോട്ടിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ നടന്നു പോവാ വീട്ടിലേക്ക്. എനിക്ക് എൻ്റെ പൊന്നെ വീട്ടിൽ ചെന്നാൽ ഞാൻ എന്ത് പറയും ഉമ്മീനോടും മാപ്പിനോടും എന്നുള്ള ടെൻഷൻ. അപ്പൊ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരിയാണെങ്കിൽ അവൾക്ക് 6A+ കിട്ടിയിട്ട് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ. കാരണം അവള് പ്രതീക്ഷിച്ചില്ല അത്രോ. ഞാൻ ഏതാണ്ട് 10 വിഷയം ഉണ്ടെങ്കിൽ 12 A+ വിചാരിച്ചടക്കാണ് ഞാൻ. കൂടുതൽ നമ്മൾ അഹങ്കരിക്കരുത് അല്ലേ. പക്ഷെ എനിക്ക് അഹങ്കാരം ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നല്ലോണം പഠിച്ചതാണ് ഗൈസ്. പക്ഷെ അപ്പം എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ മേല. അങ്ങനെ റിസൾട്ടൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ആ റോട്ടിൽ കൂടി ഞാനും എൻ്റെ ഫ്രണ്ടും ചേച്ചിയും കൂടി നടക്കുകയാണ്. അപ്പം എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവളുടെ അമ്മ ഇപ്പം കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചീനെ ഫോൺ ചെയ്യുന്നു. അപ്പം എല്ലാവരും റിസൾട്ട് അറിയുമ്പോൾ തമ്മിൽ വിളിച്ചു പറയുമല്ലോ. അപ്പം ഇങ്ങനെ വിളിച്ചു പറയാണ്, അവൾക്ക് ഫുൾ A+ ഉണ്ട് കേട്ടാന്ന്. ഇപ്പൊ പറയുമ്പോ ചിരി വരുന്നത്. എനിക്ക് എന്താ ഇത് നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. എന്റെ ദൈവമേ, ആ ഒരു അവസ്ഥ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് നമ്മളെക്കാളും മാർക്കുണ്ടാന്നുള്ളൊരു അവസ്ഥ. ഇറ്റ്സ് ഇൻക്രെഡിബിൾ ഗൈസ്. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ചുമ്മാ പറഞ്ഞല്ല, ഞാൻ ആ റോട്ടിൽ ഒറ്റക്കിടപ്പായിരുന്നു. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിങ്ങളോട് ഒളിച്ചു വെക്കണ്ട. ഞാൻ ആ റോട്ടിൽ ഒറ്റക്കിടപ്പ് അങ്ങോട്ട് കിടന്ന്. അപ്പോൾ വണ്ടി കിടക്കുമല്ല, ഇങ്ങനെ കുമ്പിട്ടിരിക്കുക എന്തോ ചെയ്ത് കേട്ടാ. അപ്പോൾ ലോറിക്കാർ പോവുകയാണേ. അപ്പോൾ SSLCയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് പിള്ളേർ പോവുകയാണെന്ന് അവർക്കറിയാം. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇതുണ്ട്, മാർക്ക് ലിസ്റ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലോറിക്കാരൻ ചേട്ടൻ തലയിട്ട് എന്താ തോറ്റുപോയാന്ന് എന്നോട് ചോദിക്കുവാണേ. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, വാപ്പി മിണ്ടണില്ല, മുഖത്തിട്ട് പോലും നോക്കണില്ല, ഉമ്മിയും വാപ്പിയും കട്ട സീൻ. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഒരുപാട് പ്രതീക്ഷിച്ച്. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, ഈ ഫുൾ A+ കിട്ടിയ എൻ്റെ കൂട്ടുകാരില്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോഴും ഞങ്ങൾ ചങ്സ് തന്നെയാണ്. അപ്പം ഞാൻ ഈ 10ാം ക്ലാസ്സിൽ അവസാന ടൈം ആയപ്പോഴത്തേക്കും വീട്ടിൽ ഇരുന്ന് പഠിക്കണം നല്ലത്, ട്യൂഷന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ട്യൂഷൻ നിർത്തി കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിത്തമായിരുന്നു. അപ്പൊ ഇവളുമാർ എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർ രണ്ടുപേരും ഏത് നേരം വീട്ടിൽ വന്നാൽ ഞാൻ എടി വീട്ടിൽ പോരുന്ന് പഠിക്കടി പരീക്ഷയില്ലേ, ഞാൻ ഏത് നേരം ഇരുന്ന് പഠിത്തമായിരിക്കും. അവളുമാരെ ഓടിച്ചു വിടും. ഞാൻ വീട്ടിൽ വരുമ്പോൾ എടി പോരുന്ന് പഠിക്കടി എന്ന് പറയും. അപ്പം അവള് എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ ട്യൂഷന് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവള് ട്യൂഷന് പോയിക്കൊണ്ടിരുന്ന ട്യൂഷൻ സെന്റർ നല്ല അടിപൊളി ട്യൂഷനായിരുന്നു. അതായത് എല്ലാ വിഷയങ്ങളും അല്ല, മാത്സ് പിന്നെന്താ സോഷ്യലൊക്കെ അവളെ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുമെന്ന് അവൾ പറയുമായിരുന്നു. പക്ഷെ ബയോളജി കുറച്ച് പ്രശ്നമായിരുന്നു അവൾക്ക്. കുറച്ചെന്ന് വെച്ചാൽ അവൾക്ക്
ഒന്നും അറിയില്ല അവൾക്ക്, ബയോളജിയിൽ അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ബയോളജിയിൽ പുലിയാണ് ഗൈസ്. ഇത്രയും പുലി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ഓവറാണെന്ന് വിചാരിക്കുമോ, തള്ളാണെന്ന് വിചാരിക്കുമോ? അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ബയോളജി. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇന്ന പേജ് നമ്പർ ഇന്ന സ്ഥലത്ത് ഇന്നത് കിടക്കണം അതുവരെ എനിക്കറിയായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പഠിപ്പിച്ച ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും 10ാം ക്ലാസ്സിൽ ബയോളജി പഠിപ്പിച്ച ടീച്ചറും സാറൊക്കെ അതുപോലെയാണ് പഠിപ്പിച്ചത്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിത് പറയുമ്പോൾ ഓർമ്മ വരും. നല്ല അടിപൊളിയായിട്ട് ട്യൂഷൻ ക്ലാസ്സിലൊരു മധു സാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പുള്ളി പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ബയോളജി ഭയങ്കര ഇഷ്ടം. അപ്പം അവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ എന്താ പറയുക, ബയോളജി അത്ര നല്ലോണം പഠിപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാനും ഇവളും കൂടി കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവളുടെ വീട്ടിലേക്ക് പോകും, ഇവൾ എൻ്റെ വീട്ടിലേക്കും വരും. കൂടുതലും ഇവളുടെ വീട്ടിലേക്കാണ് പോണത്, കാരണം തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. അവളുടെ വീടിൻ്റെ അവിടെ പാടമുണ്ട്, പുറകിൽ അവിടെ ഒരു തെങ്ങുണ്ട്. ഞാനും അവളും കൂടി ആ തെങ്ങിൻ ചുവട്ടിൽ ഇങ്ങനെ വിശാലമായി കിടക്കും. എന്നിട്ട് ഞങ്ങൾ കളിയും ചിരിയൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ ഫുൾ പഠിത്തം തന്നെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് നല്ലോണം അറിയാമെങ്കിൽ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ A to Z ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ പഠിപ്പിച്ച് ഞാൻ തിരിച്ച് പറയാൻ പറഞ്ഞ് തിരിച്ച് പറയിപ്പിച്ച് അവരത് ഫുള്ളും പഠിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലായാണ്ട് ഞാൻ അവിടെ നിന്ന് പോകൂല. ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഫ്രണ്ട്സിനറിയാം. മാത്സ് ഒക്കെ എന്നോട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ കണ്ടം വഴി ഓടും. മാത്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും പേടിയാണ് ഗൈസ്. എനിക്ക് ബയോളജി, മലയാളം, ഇംഗ്ലീഷ് ഇത് മൂന്നും, ബയോളജി, മലയാളവും, ഇംഗ്ലീഷും ഇത് മൂന്നുമാണ് എൻ്റെ ചങ്ക് വിഷയങ്ങൾ. അങ്ങനെ അപ്പോൾ ഇവളെ ഞാൻ ഇരുത്തി പഠിപ്പിക്കുക ഫുൾ ടൈം. ഞങ്ങൾ എടി ഇന്ന് എന്ത് വിഷയം പഠിക്കണോടി എന്ന് ഇവള് ചോദിച്ചാൽ എനിക്ക് ബയോളജി ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് ബയോളജി പഠിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ എടുക്കത്തുള്ളൂ. എന്നാൽ എനിക്ക് അത്രയും മാത്സ് അറിയത്തില്ല. എന്നാൽ മാത്സ് എടുക്കാം. അവൾക്കാണെങ്കിൽ നല്ലോണം മാത്സ് അറിയാം. അവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ നല്ലോണം മാത്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് അവൾക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, അത് നോക്കിയാൽ മതി. അത്ര അടിപൊളിയായിട്ടാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് ഇവളോട് എടി കൂടുതൽ സമയം ബയോളജി കുറച്ച് പഠിച്ചാലേ നമുക്ക് മാത്സ് എടുക്കാം, നീ എന്നെ മാത്സ് പഠിപ്പിച്ചതാന്ന് പറയുമോ? ഇല്ല, എനിക്ക് പഠിപ്പിച്ച് കൊടുക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഏത് നേരവും ബയോളജി തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവസാന റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫുൾ A+ഉം എനിക്ക് ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, 5 A+. എനിക്ക് 5 A+. പിന്നെ എന്തുവായിരുന്നു ഞാൻ പറഞ്ഞുതരാം. 1 2 3 A ഉണ്ടായിരുന്നു കേട്ടോ. 5 A+, 3 A, 1 B+, 1 B നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ മാത്സിനാണ് B. A+ ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. A+, മലയാളം ഫസ്റ്റിനും സെക്കൻഡിനും A+ ഉണ്ട്, ഇംഗ്ലീഷിന് A+ ഉണ്ട്, ബയോളജിക്ക് A+ ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി നമ്മുടെ കമ്പ്യൂട്ടർ അത് പിന്നെ എല്ലാവർക്കും A+ ഉണ്ടാകും, അതിനും A+ ഉണ്ട്. ഹിന്ദിക്ക് A ആയിപ്പോയി. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അത് കാരണം ഒരുമാതിരി നല്ലോണം എഴുതണം എല്ലാവർക്കും ആ സമയത്ത് ഹിന്ദിക്ക് A+ കിട്ടുമായിരുന്നു. പിന്നെ എനിക്ക് എന്ത് പറ്റി, ഗ്രാമർ വല്ലതും തെറ്റിച്ച് കാണും. പിന്നെ ഫിസിക്സിന് A, അതെനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കെമിസ്ട്രിക്കും A, കെമിസ്ട്രിക്ക് ഞാൻ പ്രതീക്ഷിച്ചതാണ്. സോഷ്യൽ സയൻസിന് B+. എൻ്റെ സോഷ്യലിൻ്റെ ടീച്ചർ എനിക്ക് A+ കിട്ടുമെന്നും പറഞ്ഞാൽ നടന്നുവെച്ചത്. ഈ റിസൾട്ട് വന്നിട്ട് പിന്നെ ടീച്ചറിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് പോലുമില്ല. എനിക്ക് സോഷ്യലിൽ B+ ആയിപ്പോയി. പിന്നെ എന്തുവാ, മാത്സിന് B ആസ് യൂഷ്വൽ. ഞാൻ വല്ല C ആണെന്ന് ഓർത്തത്, ആ ഭാഗ്യത്തിന് B കിട്ടി. അങ്ങനെ ഈ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഈ കൂട്ടുകാരി അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവൾ എന്നോട് ഭയങ്കര നന്ദി സൂചകമായി തന്നെയാണ് പറയണത്. എടി നീ കാരണമാണ് ബയോളജിക്ക് A+ കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് 9 A+ഉം ബയോളജിക്ക് വേറെ വല്ല ഗ്രേഡ് ആയിപ്പോയനേന്ന്. അപ്പം ശരി നീ ഒന്നും പറയണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, കൂടെ ഇരുന്ന് ഇത്രയും നാൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ട് നീ എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചുള്ളതോടെ ഞാൻ കട്ട സെൻറ്റി. ഞാനാണെങ്കിൽ എന്തോ മരിച്ച വീട് പോലെ ഇരിക്കുക വീട്ടിൽ. കറക്റ്റ് ഒരു മരിച്ച വീടിൻ്റെ ഒരു പ്രതീതി. എന്താ ഞാൻ തോറ്റ പോലെ എനിക്ക് തോന്നണത്. 5 A+ ഉള്ളു, 3 A ഉള്ളു. അത് കഴിഞ്ഞ് ക്ലാസ്സിലെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ മാർക്ക് എറിഞ്ഞ് എല്ലാവർക്കും 8 A+, 7 A+, 5 A+ ഉള്ളവരെ വളരെ കുറവാണ്. പിന്നെ എന്തുവാ ഇതെന്താ ഇവള് മാർക്കൊക്കെ? ഞാൻ അവരെക്കാളും ഒക്കെ പഠിച്ചോണ്ടിരുന്നല്ല, അത് അവർക്കും അറിയാൻ കേട്ടാ. പിന്നെ ഇതെന്താ? അപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. ഞാൻ ഇറങ്ങിപ്പോയി കളഞ്ഞില്ലേ ഗ്രേസ് മാർക്ക് കിട്ടുന്നതിന് മുമ്പ്. അവർക്ക് എല്ലാവർക്കും ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. അഹങ്കാരം പാടില്ല ജീവിതത്തിൽ. അഹങ്കാരം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. അല്ല, ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലെ അല്ല, അന്ന് ഞാൻ ഇരുന്ന പോലെ. അതായത് മര്യാദക്ക് കുറച്ച് കഷ്ടപ്പെട്ട ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കുള്ള 3 A ഇല്ലേ, അത് A+ ആകൂലായിരുന്നാ? ഞാൻ എന്താണ് ശ്രദ്ധിക്കാഞ്ഞത്? എന്നിട്ട് അവളുമാർക്ക് ഇടി നിനക്കിതെന്ത് പറ്റി? അവളുമാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇത്, ഇവൾക്ക് ഇത് എങ്ങനെ മാർക്ക് കുറഞ്ഞ്? ഗ്രേസ് മാർക്ക് മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് എന്താ 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ പിന്നെ
+1 അഡ്മിഷൻ കിട്ടാനുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ എനിക്കിതൊക്കെ വൻ കോമഡി ആയിട്ടാണ് ഗൈസ് തോന്നുന്നത്. പക്ഷെ ആ സമയത്തുള്ള കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് പറയാണ് കേട്ടാ. അത് കഴിഞ്ഞ് +1 കയറി. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് അറിയാലോ, ഇനി 10ാം ക്ലാസ് ജയിച്ച കുട്ടികൾക്കൊക്കെ ഇനി നേരിടാൻ പോകുന്ന അടുത്ത കടമ്പയാണ് നമ്മുടെ അലോട്ട്മെന്റ്സ്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും ട്രയലിൽ തന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഞങ്ങളുടെ സ്കൂളിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അതായത് ഞങ്ങളുടെ സ്കൂൾ അടിപൊളി സ്കൂളായിരുന്നു ഗീസ്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടി, ട്രയലിൽ തന്നെ കിട്ടി, സ്കൂളിൽ പോകാൻ തുടങ്ങി. പിന്നെ എനിക്ക് വാശി എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഗ്രേസ് മാർക്ക് വേണം. കാരണം ഗ്രേസ് മാർക്ക് ഇല്ലാതിരുന്നെന്നും പറഞ്ഞ് ഇനി ഞാൻ കേൾക്കാനുള്ള ചീത്തയും ഒന്നുമില്ല, കുറ്റബോധം. അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ ക്ലാസ് ഇരിക്കുമ്പോഴത്തേക്കും ടീച്ചർ വന്ന് വായിക്കുന്നത് +1 മറ്റേ ആനിവേഴ്സറി, മറ്റേ എന്നാ കലോത്സവത്തിലേക്കുള്ള ഐറ്റത്തിന്റെ പേര് വായിക്കാം, ഐറ്റംസിന്റെ പേര് വായിക്കാം, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് പോയി ചേരാൻ. കുറേ ഇങ്ങനെ വായിച്ചിട്ടൊന്നും ഇന്ന ഐറ്റത്തിന് ചേരാൻ താല്പര്യമുള്ളത് ഇന്ന സാറിന്റെ അടുത്തേക്ക് പോകണം, ഇന്ന ഐറ്റത്തിന് ചേരാൻ താല്പര്യമുള്ളത് ഇന്ന ടീച്ചറിന്റെ അടുത്തേക്ക് പോകണം, അങ്ങനെയാണല്ലോ. അപ്പോൾ +1 കയറിയപ്പോൾ മുതൽ ഫ്രണ്ട് ബെഞ്ചിലേക്ക് ഇരിക്കുള്ളൂ. ഫ്രണ്ട് ബെഞ്ചിലല്ല, രണ്ടാമത്തെ ബെഞ്ചിൽ. രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ? മൂന്നാമത്തെ ബെഞ്ചിലാണ്. അപ്പൊ ഞാനും എൻ്റെ ഈ 10ാം ക്ലാസ് വരെയുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് കേട്ടാ. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കട്ട ഫ്രണ്ട്സ് തന്നെയാണ് കേസ്. അപ്പൊ അവളുമാരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ, ഇംഗ്ലീഷ് സർക്കാർ സ്കൂൾ ഞാൻ അങ്ങനെ ഒരു വേർതിരിവ് പറയണല്ല, കുറച്ചുകൂടിയൊക്കെ അടിപൊളിയായിരുന്നു. അവർ പഠിക്കണ കാര്യത്തിലൊക്കെ അവർ കുറച്ചുകൂടി ഇതൊക്കെയായിരുന്നു. അപ്പൊ ഞാനും സയൻസ് എടുത്തു. എൻ്റെ ഫുൾ A+ കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, അവളും സയൻസ് തന്നെ എടുത്തത്. പക്ഷെ എൻ്റെ സ്കൂളിലല്ല കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്താണെങ്കിലും ഞങ്ങൾ 3 കൂട്ടുകാരാണ്. 3 കൂട്ടുകാരും കുഞ്ഞിലെ മുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എന്നെ TD സ്കൂളിൽ ചേർത്തു. എൻ്റെ വേറെ ഫ്രണ്ടിനെ കൊണ്ടുപോയി ഗേൾസ് സ്കൂളിൽ ചേർത്തു. മറ്റേ ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അവളെ കൊണ്ടുപോയി പട്ടണക്കാടും ചേർത്തു. അപ്പൊ എല്ലാരും പറഞ്ഞു സയൻസ് ഭയങ്കര പാടാണെന്ന്. പക്ഷെ എനിക്ക് സയൻസ് ആണ് കൂടുതൽ ഇഷ്ടം. അതിൻ്റെ അകത്ത് ബയോളജി ഒക്കെ ഉണ്ടല്ലോ, ബോട്ടണി, സൂളജി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ തൊട്ട് ഭയങ്കര പഠിത്തം. ടീച്ചർ കറക്റ്റ് ക്ലാസ്സിൽ എന്ത് പറയുന്നു അന്നന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്നു, എല്ലാം കറക്റ്റായി ചെയ്യുന്നു. യൂണിറ്റ് ടെസ്റ്റ് ഇടുന്നതിനൊക്കെ +1 ഫുൾ മാർക്ക് മേടിക്കുന്നു. അങ്ങനെ പോയതാണ്. അപ്പോഴാണ് ഈ ഗ്രേസ് മാർക്ക് വേണമെന്നുള്ള രീതി കയറിയത്. അങ്ങനെ അപ്പൊ ഈ ടീച്ചർ വായിക്കുന്നത് കേട്ടപ്പോൾ നാടകത്തിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ വിനോദ് എന്ന് പറയുന്ന ഒരു സാറിനെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഇന്റർവെൽ ആയപ്പോൾ നേരെ ഓടി മെൻ സ്റ്റാഫ് റൂമിൽ, ആണുങ്ങളുടെ സാറന്മാരുടെ സ്റ്റാഫ് റൂമിന്റെ അവിടെ ചെന്നു. അപ്പൊ ഒരു സാറ്, ആ സാറ് കുറച്ച് 2-3 സാറന്മാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ ഒരു സാറ് കുറച്ച് പെൺപിള്ളേരുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ നേരെ ചെന്നിട്ട് ആ സാറിനോട് ചോദിച്ചു, സാറേ ഈ വിനോദ് സാറ് ഏതാന്ന് അറിയാവോന്ന് പറയാവോന്ന് ചോദിച്ചു. അപ്പൊ സാറ് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നാടകത്തിന് ചേരാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാറ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. നേരെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ആ സാറിന്റെ കസേരയിൽ ഇരുന്ന്, കസേരയും മേശയും. എന്നിട്ട് സാറ് പറഞ്ഞോ എന്താണ് പേര് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ല വിനോദ് സാറ്, ഞാൻ തന്നെ പറഞ്ഞോളാം. ക്രിഞ്ച്. പിന്നീട് അങ്ങോട്ട് 2 വർഷം +1 +2 നാടകം, സ്കിറ്റ് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അതിന്റെ കൂടെ സാറാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പഠിക്കുകയും കൂടി ചെയ്യണം. അപ്പൊ എനിക്ക് ഗ്രേസ് മാർക്ക് വേണമല്ലോ. നാടകത്തിലേക്ക് വെറുതെ ചുമ്മാന്നും ആരും എടുക്കത്തില്ല. സാർ ഓഡീഷൻ വെച്ചു. അതിൽ കുറെ പേര് പങ്കെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് 8 പേരെ സാറ് സെലക്ട് ചെയ്ത് കേട്ടോ. അപ്പൊ ആ 8 പേരിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള എൻ്റെ ഒരു 4 ഫ്രണ്ട്സ്, 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങളൊരു 5-6 പേര് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ളവരായിരുന്നു. ബാക്കി ചിലവരെ വേറെ ക്ലാസ്സിൽ നിന്നൊക്കെ എടുത്തു. അപ്പൊ ഞങ്ങളൊരു 8 പെൺപിള്ളേരും 2 ആൺപിള്ളേരും ആയിരുന്നു ഞങ്ങളുടെ നാടകത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ +1 ഞങ്ങൾ നാടകം കളിക്കുന്നു. നാടകം സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നു, സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നു, ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നു. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ടൈം ഏതാണ്, സ്കൂളിൽ ആ ഒരു പീരീഡ് ഏതാന്ന് ചോദിച്ചാൽ +1 +2 ആ കാലഘട്ടമാണ് ഗേസ്. ഏറ്റവും സന്തോഷം +1 +2 ആയിരുന്നു. എന്താ പൊന്നാ, ഒന്ന് പോടാ നമുക്ക് ബീച്ചിൽ പോയാലോ. അത് ഞാനിവിടെ എൻ്റെ കഥ പറയുമ്പോൾ അവൻ്റെ ഒരു ബീച്ച്. അങ്ങനെ +2 ആയപ്പോൾ സാറ് നമ്മളെ വെച്ച് ഒരു ഇംഗ്ലീഷ് സ്കിറ്റ്, മലയാളത്തിലല്ല കേട്ടോ, മറ്റേ നാടകം +1 മലയാളമായിരുന്നു, ഇംഗ്ലീഷ് സ്കിറ്റ് ചെയ്യുന്നു. അതിൽ സാർ എനിക്ക് തന്ന വേഷമാണ് ഇത്, മാതാ തങ്കമ്മ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പൊ ഗൈസ് ഇത് നോക്കിക്കേ, അടിപൊളിയായിട്ടില്ലേ എന്നെ കാണാൻ? മറ്റേ റെഡ് സാരിയൊക്കെ കൊടുത്ത് രുദ്രാക്ഷമൊക്കെ ഇട്ട്, പിന്നെ പൗഡറാണ് കേട്ടോ, മുടി നരപ്പിക്കാൻ വേണ്ടി സാർ എന്താണ്ട് വെള്ളത്തിൽ പൗഡർ ചാലിച്ച് തേച്ചതാണെന്ന്. പിന്നെ മുടിയിലും രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട്, പിന്നെ പൊട്ടൊക്കെ തൊട്ട് ഫുൾ സെറ്റപ്പ് ആയിരുന്നു. എൻ്റെ പൊന്നെ, കുഞ്ഞപ്പൻ ആര് വന്നാലും ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഈ ഫോട്ടോ എനിക്ക് എവിടുന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ചെറിയൊരു റിസപ്ഷൻ ആയിട്ടൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ റിസപ്ഷൻ്റെ സമയത്ത് ഞാൻ സാറിനെയാണ് ആകെ, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിലൊക്കെ ആകെ സാറിനെയാണ് വിളിച്ചത്. സാർ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റിന്റെ കൂടത്തിൽ ഇതും കൂടി വെച്ചിട്ടാണ് സാറ് കൊണ്ടുവന്ന് തന്നത്. വേറൊരു വലിയ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. അത് എവിടെയാണെന്ന് എനിക്കിപ്പോൾ കാണുന്നില്ല. ഇത് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഒരു സാറിനെ കല്യാണം വിളിക്കുമ്പോഴത്തേക്കും വിദ്യാർത്ഥിക്ക് കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇതാണ് ഗൈസ്. എന്നിട്ട് ഇത് സാറ് തന്ന ഗിഫ്റ്റിൽ ഇതുണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. രാത്രി ഞങ്ങൾ ഇവിടെ ചേട്ടനും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കും ഇത് എൻ്റെ പൊന്നേ ആരാണ്ടൊക്കെ എടുത്തോണ്ട് ഓടിയത്. ഞാൻ കിടന്ന് കരച്ചിലും അയ്യോ കാണിക്കല്ലേ ആരെയും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ക്രിഞ്ച് അതൊക്കെ പടേ. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് കിട്ടാത്തതിൻ്റെ എൻ്റെ സങ്കടം +1 തീർന്നു ഗൈസ്. ഞങ്ങൾ 10 പേര് നാടകത്തിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഗ്രേസ് മാർക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഗൈസ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇത്ര നേരം ഞാൻ എന്തായിരുന്നു പണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ ദിസ് മൊമെന്റ് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ കണ്ടില്ലേ, എത്ര കൊല്ലം കഴിഞ്ഞാലും എനിക്കിനി ഒരു 10, 50, 60, 70 വയസ്സായാലും ഇത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ആളായി മാറും. ഞാൻ പണ്ടത്തെ ഒരു കാലത്തിലോട്ട് നമ്മൾ പോകും. നമ്മൾക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നമുക്ക് എപ്പോഴും ഒരു ഇതായിരിക്കും അല്ലേ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ചില കുട്ടികളെ ടീച്ചർമാര് പഠിക്കണ സമയത്ത് ഉഴപ്പാണ്, അലമ്പാണ്, അവൻ ജയിക്കത്തില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്, എന്തോരം അടിക്കാം തല്ലാം, എന്തോരം ശാസിക്കാം, അത്രയും ഇതാക്കിയിട്ടേക്കണ കുറച്ച് പിള്ളേരുണ്ടാവും അല്ലേ. നിങ്ങൾ നോക്കിക്കോ, 100ൽ 101% ഉറപ്പാണ് അവരായിരിക്കും ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തുന്നത്. എൻ്റെ കൂടെ തന്നെ എൻ്റെ ഏത് ക്ലാസ്സിലാന്ന് പറയുന്നില്ല പഠിച്ച എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവന്മാരുമായിട്ടൊക്കെ നമ്മൾ നല്ല കമ്പനിയാണ്. പക്ഷെ ടീച്ചർമാരെ എപ്പോഴും അവന്മാര് പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാണ്ട് നടക്കുമ്പോൾ ടീച്ചർമാർക്ക് ദേഷ്യം വരുമല്ലോ. അങ്ങനെ എപ്പോഴും ടീച്ചർമാരുമായിട്ട് അടി ഏത് നേരവും അടിയും ബഹളം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അവന്മാരൊക്കെ എവിടെ നിൽക്കണം എന്നാണ് ഞാൻ ഓർക്കണത്. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു പോയി, വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, +2 വിചാരിച്ച മാർക്ക് കിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഒരു വഴിക്ക്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ SSLCയുടെ റിസൾട്ട് വന്ന മക്കൾ ആരും ഒരു കാരണം വെച്ചാലും മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവസരങ്ങൾ തുറന്നു കിടക്കുകയാണ്. നമുക്ക് ഇനിയും എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് അച്ചീവ് ചെയ്യാനും ഒക്കെ ഇനിയും സമയം കിടക്കുന്നുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതാണ് ജീവിതം. +1 +2 എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും 10ാം ക്ലാസ് ഒന്നും അല്ലായിരുന്നു, അതൊന്നും നിസ്സാര കാര്യം, +1 +2 ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് എത്തുമ്പോഴാണ് 10ാം ക്ലാസ്സും +2 ഒന്നും അല്ലായിരുന്നു, ഏറ്റവും പാടുപിടിച്ച കാര്യം ഈ ഡിഗ്രി ആണെന്ന് നമുക്ക് വിചാരിക്കും. പിന്നെ നമ്മൾ വേറെയൊക്കെ കോഴ്സിന് പോവോ വേറെ ജോലിക്കൊക്കെ പോകുമ്പോഴും കല്യാണമൊക്കെ കഴിച്ച് നമ്മുടെ ജീവിതമൊക്കെ തുടങ്ങുമ്പോൾ അപ്പോഴുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കണത് ഈ ഡിഗ്രിയൊക്കെ എന്ത് സിമ്പിളായിരുന്നല്ലേ, എന്ത് നല്ല ലൈഫായിരുന്നു അപ്പോഴെന്ന്. ഓരോ ഘട്ടം നമ്മൾ കടന്ന് വരുമ്പോഴേക്കും നമുക്ക് പഴയതൊക്കെ ഈസി ആയിട്ട് മാറും. ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. ഇനിയും അതിനുള്ള സമയമുണ്ട്. നല്ല അവസരങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവുക. ഇനി അങ്ങോട്ട് എൻ്റെ സമയമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്നൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ബൈ ബൈ, സീ യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ബൂം.